എല്ലാവർക്കും നമസ്കാരം. ആ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Five of Wands, Three of Cups, Lovers energy, Temperance energy, Emperor, Nine of Swords connection. പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഫൈവ് ഓഫ് ഫോൺസ് ആൻഡ് എംപ്രർ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും ഉദ്യോഗ കയറ്റം, ശമ്പള വർധനവ് ഇത്യാദി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും ഇത് അതായത് നമ്മൾ ചില സിറ്റുവേഷൻസിൽ പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അതുപോലെ തന്നെ പ്ലാൻ ചെയ്യേണ്ടത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഒരു സമയം നിങ്ങൾ പ്രൊമോഷന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആളുകൾ സംസാരിക്കുന്നു എങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ അമിതമായിട്ട് വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒരു കോമ്പറ്റീഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തിക്ക് നിങ്ങളിങ്ങനെ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളോ ഒക്കെ അത്രയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം നോക്കി നടത്താൻ. ആരെയും അധികം വിശ്വസിക്കാതിരിക്കുക. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ് മറ്റു കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ടാസ്ക്, പ്രത്യേകിച്ച് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ടെസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് എല്ലാവരോടും തുറന്ന് സംസാരിക്കാതിരിക്കുക. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അനുസരിച്ചിട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 4 of Cups എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാർഡ്സിൽ 4 of Cups എനർജി ഇല്ല എങ്കിൽ, അതായത് നിങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു അപകർഷബോധം, ഇനി മുന്നോട്ടേക്ക് എങ്ങനെ ഫ്രസ്ട്രേഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ മടുപ്പൊക്കെ ഇവിടെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു മടുപ്പൊക്കെ ഒരു പക്ഷേ ജോലിയിൽ മുന്നേറാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു തോന്നലായിരിക്കും, അല്ലെങ്കിൽ മുന്നേറാൻ പറ്റാത്തതിൻ്റെ നെഗറ്റീവ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ വരാതെ പുറത്ത് കിടക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രപഞ്ചശക്തി തയ്യാറാക്കുന്ന പ്ലാൻ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദൈവം ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിന് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ അടിമപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. 3 of Cups ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അത് നിങ്ങളുടെ ഉദ്യോഗമോ സാമ്പത്തികമോ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാവാം. അതുമായിട്ട് ബന്ധപ്പെടുത്തി നല്ലൊരു സന്തോഷ വാർത്ത കാണുന്നുണ്ട്. ഗുഡ് ന്യൂസ് ആണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു ടെമ്പറൻസ് എനർജി സൂചിപ്പിക്കുക ഒരു ബാലൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും സന്തോഷവും ഒരു ഗുഡ് ന്യൂസ് കേൾക്കുന്ന അവസരവും ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ജീവിതത്തിലൊരു നമ്മൾ പറയില്ലേ, ജീവിതത്തിലൊരു സന്തുലിതാവസ്ഥയില്ല. എല്ലാം അത് പല രീതിയിലാണ് പല കാര്യങ്ങൾ ജീവിതത്തിൽ പോകുന്നത്. അങ്ങനെയല്ലാതെ ലൈഫ് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ തൃപ്തി കാണുന്നുണ്ട്. അതായത് ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലുള്ള മറ്റാളുകളായിട്ട് നല്ല രീതിയിൽ സംസർഗം പാലിക്കാൻ പറ്റുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ജോലിയിൽ മാത്രമല്ല ജോലിയിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബ അന്തരീക്ഷവും നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എടുക്കാനും, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ആയിട്ടുള്ളവരാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം, മക്കളുള്ളവരാണെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കാനും നോക്കാനും എടുക്കാനും, അല്ലെങ്കിൽ പാരൻസിൻ്റെ കാര്യം നോക്കണമെങ്കിൽ പ്രായമായിട്ടുള്ളവർ അവരുടെ കാര്യങ്ങൾ നോക്കാനും എടുക്കാനും ഒക്കെയുള്ള ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കുടുംബത്തിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ കരിയറിലും മികവ് കാണിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്.
ഇത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ലൈഫിലുണ്ടാകുന്നു എന്നുള്ളത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന സമയമാണ്. ഈ ഒരു മാസം പൂർണ്ണമായിട്ടും ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജീവിത ശൈലിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളൊട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതായത് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്ന് പറയുമ്പോൾ സെൽഫ് കെയർ, ഇപ്പോൾ നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പൊതുവേ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഭക്ഷണ കാര്യത്തിൽ നല്ല ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും ആവശ്യത്തിൽ കവിഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മധുരം ഒത്തിരി കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒത്തിരി കഴിക്കുന്ന, അല്ലെങ്കിൽ ഹെൽത്ത് ശ്രദ്ധിക്കാതെ, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഒരു 40 ആ ഒരു പ്രായത്തിന് ശേഷമുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതേപോലെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 3 of Cups and 9 of Swords എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നല്ല സമയമാണ്, സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങൾ ഇത്തിരി ടെൻഷൻ അടിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പൊതുവെയുള്ള നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കുക. കാരണം ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് സ്ട്രെസ് എടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പുറകോട്ടേക്ക് പോകും. കാരണം ഈ അനാവശ്യ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അല്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. കാരണം ഇവിടെ ചില ആളുകൾ അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടി രാത്രി ഉറക്കമില്ലായ്മയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹോബീസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹോബീസൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹോബീസ് എന്താണോ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പരിധി വരെ ഉള്ളത് ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ശമ്പള വർധനവ് കുറച്ചൊരു അതിലൂടെ ഒരു സന്തോഷം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്വതസിദ്ധമായിട്ടുള്ളൊരു സ്വഭാവമാണ് നിങ്ങളുടേത്, ഈ ഒരു ടെൻഷൻ അടിക്കുക എന്നുള്ളത്. എങ്കിൽ അത് മാറാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതായത് ജോലി സംബന്ധമായിട്ടല്ല, ജോലി അല്ലാതെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ പിന്തുടരുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി, എന്തെങ്കിലും ഒരു പഠിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സമയം കണ്ടെത്തുക. ഓക്കെ. അതേപോലെ ലവേഴ്സ് ആൻഡ് എംപറർ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ലൈഫിൽ ഒരു വലിയൊരു പ്രാരബ്ധം ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ശരിക്കും ഇതൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാരം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് എന്നതിനനുസരിച്ചിട്ടിരിക്കും. കാരണം ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിൽ ഇതൊരു ഭാരമായിട്ട് കൊണ്ടു നടക്കുന്നത് എന്താണ്? ചില ആളുകൾക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജോലിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതൊരു ഭാരമാണ്. പക്ഷേ മാസം ശമ്പളം വേണം എന്നുള്ളത് കൊണ്ട് മാത്രം, കുടുംബം നടന്നുകൊണ്ട് പോകണം മുന്നോട്ടേക്ക് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ജോലിയിലേക്ക് പോകുന്നു എന്നൊരു സിറ്റുവേഷനാണ് എങ്കിൽ ആ ഒരു ജോലിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജോലിയിൽ നിന്ന് മാറാനുള്ള ചാൻസസ് വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങളുടെ ഉപജീവന മാർഗമാക്കി മാറ്റി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ളത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയം വിവാഹം അതുപോലുള്ള കാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ്. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം സാധ്യമാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊണ്ടുതരുന്നു എന്ന് പറയാം. അതേപോലെ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രകളെന്ന് പറയുന്നത് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതും മറ്റുമൊക്കെ ആയിട്ടാണെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച് വരുന്നു എന്നുള്ളതാണ്. ലൈഫിൽ ഒത്തിരി പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ്സുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഡോഗ് വാക്കിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബേബി സിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അതൊരു വലിയ ജോലിയായിട്ട് കണക്കാക്കുന്ന അങ്ങനെയുള്ള ജോലികൾ
ആ പുതിയൊരു എന്തോ ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കൃഷി സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ്സുകളോ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ ബിസിനസ് സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അവസരം വരികയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഉള്ളൊരു സമയമാണ്. പൊതുവെ വലിയ തരക്കേടില്ലാത്തൊരു അന്തരീക്ഷം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.